നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി അതിനു വേണ്ടി വേറെ കോഴ്സുകളോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇതുവരെയുള്ള ട്യൂട്ടോറിയൽ സീരീസ് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ പറ്റും. അത് ഏതൊക്കെ വീഡിയോസ് ആണ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഓർഡർ ആക്കിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ പലർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ളത് പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അത് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒറ്റ വീഡിയോ. ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക. ആ വീഡിയോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഫസ്റ്റായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് എൻഡ് എന്താ, ഫ്രണ്ട് എൻഡ് എന്താ, അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ടൂളാണ് ഉപയോഗിക്കുക, ഏതൊക്കെ ലാംഗ്വേജുകൾ, ഈ ജാവ, പൈത്തൺ, നോഡ് ഇതൊക്കെ പറഞ്ഞ എന്താണ്, ആംഗുലർ, റിയാക്ട് ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യണത്, ഇതെല്ലാ കഥയും. അതുപോലെ മൊബൈൽ ഡെവലപ്മെൻറ്റിൽ ആൻഡ്രോയിഡ്, ഫ്ലട്ടർ, iOS അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സംശയം ഉണ്ടാവും. ഇതെല്ലാ കാര്യവും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് ആദ്യം വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ചാനലിൽ പഠിച്ചെത്തണമെങ്കിൽ ഏത് ഓർഡറിൽ പഠിക്കണം, അതാണ് ഈ വീഡിയോ. ഈ ടോപ്പിക്ക് നമ്മുടെ സെയിൽസിലെ പുലികളായ എക്സ്പേർട്സ് ആയിട്ടുള്ള അമീർ, കാവ്യ ടീമൊക്കെയാണ് നമ്മോട് ഈ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യണത്. അമീർ സ്പെസിഫിക്കലി കുറച്ച് സൈഡ് ഈ ടോപ്പിക്ക് പറയണം. അതായത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എങ്ങനെ ഏതൊക്കെ വീഡിയോ വാച്ച് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തരാം. പുതിയതായിട്ട് ഈ ചാനലിലോട്ട് വരുന്ന ആൾക്കാർ, പുതിയതായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ചാനലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം എങ്ങനെ ഈ ചാനൽ കണ്ട് മാത്രം ഒരു IT കമ്പനിയിൽ ജോലിയിലോട്ട് കയറാന്നുള്ളത്. ആദ്യം തന്നെ ഇതുവരെ കോഡിങ് പഠിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ലൂപ്പ്, അറേ, ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, അങ്ങനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് ഈ കാര്യങ്ങളൊന്നും ബേസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് പഠിക്കാനുള്ള ആൾക്കാരായിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, നോഡ് ആയിക്കോട്ടെ, എന്ത് ലാംഗ്വേജ് പഠിക്കാനുള്ള ആളാണെങ്കിലും നിങ്ങൾ ബേസിക്കായിട്ട് നമ്മുടെ ചാനലിൽ 100K കോഡിംഗ് ചലഞ്ച് എന്നുള്ള രീതിയിലൊരു ട്യൂട്ടോറിയൽ സീരീസ് ഉണ്ട്. അതിൽ ബേസിക് കോഡിങ് ഇന്നേ വരെ കോഡിംഗ് പഠിക്കാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോഡിംഗ് പഠിക്കാൻ പറ്റും. ഇതുവരെ നിങ്ങൾ വേറെ BCom എന്ന് വന്നായിക്കോട്ടെ, BBA ആയിക്കോട്ടെ, +2 ഉള്ളൂ, 10ാം ക്ലാസ് ഉള്ളൂ, വേറെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, കോഡിംഗ് പഠിക്കണമെങ്കിൽ ആ 10 വീഡിയോ കണ്ടാൽ മതി. പിന്നെ പലപ്പോഴും ഞാൻ റീസെൻ്റ്ലി ആയിട്ട് വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ്. ക്രോസ് റോഡ്സിൻ്റെ എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ആവാന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മലയാളത്തിൽ ഡൗട്ട് ചോദിക്കാം, നമ്മുടെ ട്യൂട്ടോറിയൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ചോദിക്കാൻ, ക്ലിയർ ചെയ്യാൻ അപ്പം തന്നെ നമ്മൾ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവരപ്പം തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും. സോ പഠിക്കുന്നതിന് കൂടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് കൂടി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിത്തം ഈസി ആയിട്ട് മാറും. സോ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക, അങ്ങനെ നമ്മുടെ ക്രോസ് റോഡ്സ് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വെബ് ഡിസൈനിങ് ചലഞ്ച് വാച്ച് ചെയ്യുക. വെബ് ഡിസൈനിങ് ചലഞ്ചിൽ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, HTML എന്താണ്, CSS എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അതേപോലെ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് എന്താണ്, എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കുക ഫുള്ളായിട്ട്, അതുപോലെ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഡൊമൈൻ നെയിം മേടിച്ചിട്ട് നമ്മുടെ സ്വന്തം ഡൊമൈൻ നെയിമിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, നിങ്ങളെല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്വന്തമായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ 10 വീഡിയോ ഉള്ള ഒരു വെബ് ഡിസൈനിങ് ചലഞ്ച് സീരീസും കൂടെ വാച്ച് ചെയ്യുക രണ്ടാമതായിട്ട്. അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ 100K കോഡിംഗ് ചലഞ്ചിലൂടെ ബേസിക് കോഡ് ചെയ്യാനും പഠിച്ചു, അതിലൂടെ ചെറിയൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് 100K കോഡിംഗ് ചലഞ്ചിൽ. അത് കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ് ചലഞ്ചിലൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം വരും, ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു ധൈര്യം വരും. അങ്ങനെ വെബ് ഡിസൈനിങ് ചലഞ്ചോടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ്, സ്വന്തമായിട്ട് ചെറിയൊരു കാൽക്കുലേറ്റർ പോലുള്ള ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു ധൈര്യം വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ്, വലിയൊരു സീരീസാണ് നിങ്ങൾ ചെയ്യാൻ പോണത്, വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ച്. അതിന് നിങ്ങൾ Node.js എക്സ്പ്രസ്സും MongoDB ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാം കൂടി നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പഠിക്കും. അങ്ങനെ ഫുള്ളായിട്ടൊരു ഷോപ്പിംഗ് കാർട്ട് പോലുള്ള ഫുൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഈ 30 വീഡിയോ കവർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും. നമ്മൾ ആദ്യം പഠിച്ച 100Kയുടെ ബേസിക്സും വെബ് ഡിസൈനിങ് ചലഞ്ചിൻ്റെ കാര്യങ്ങളും അറിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സീരീസാണിത്. ഇത് കഴിയുന്നതോടെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഡാറ്റാബേസിലോട്ട് വാല്യൂ ആഡ് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് ഡാറ്റ വരുന്നത് ഫുള്ളായിട്ട്. അങ്ങനെ ആ ഷോപ്പിംഗ് കാർട്ട് പോയിട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെബ് ഡെവലപ്പറായി അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പറായി എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള സ്കില്ല് നിങ്ങൾക്ക് സെറ്റ് ആവും.
ഇപ്പോൾ നിങ്ങൾ ബാക്ക്-എൻഡ് ഡെവലപ്പറായി, ഒരു വെബ് ഡെവലപ്പറായി. പക്ഷേ ഫ്രണ്ട് എൻഡിൽ കുറച്ച് ഫ്രെയിം വർക്കുകളുണ്ട്, ആംഗുലർ പോലെ അല്ലെങ്കിൽ റിയാക്റ്റ് ഒക്കെ പോലെ അല്ലെങ്കിൽ വ്യൂ ഒക്കെ പോലെ. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, റിയാക്റ്റ് ചലഞ്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അടുത്ത് നമുക്ക് എന്ത് വേണം? ഫ്രണ്ട് എൻഡിൽ റിയാക്റ്റും കൂടെ പഠിക്കുക. ഈ റിയാക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ട് എൻഡ് വെബ് ഡിസൈൻ ഒന്നുകൂടി കളർഫുൾ ആക്കി, ഒന്നുകൂടി ആക്ഷനൊക്കെ കൊണ്ട് നല്ല ഡിസൈൻ സൂപ്പറാക്കി റെസ്പോൺസീവ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റിയാക്റ്റ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 12ഓളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്റ്റിലെ ഒരുവിധം പ്രോജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഏകദേശം 3ഓളം പ്രോജക്റ്റ്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഡിസൈനും അതുപോലെ OLX പോലുള്ളൊരു ഡിസൈനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഒരു ഐഡിയ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാനുള്ള എല്ലാ നോളജും ആയി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് കൂടെ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഹോസ്റ്റിങ്ങിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റ് എങ്ങനെ ചെയ്യാം, എൻജിനെക്സ് വെച്ചിട്ട് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, ക്ലൗഡ് സെർവറുകളായ AWSലോ ഡിജിറ്റൽ ഓഷനിലോ അവിടെയൊക്കെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, അത് എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈവായിട്ടിരുന്ന് ഹോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാണ്. സോ അതൊന്ന് വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഹോസ്റ്റ് കൂടി പഠിക്കുക. ഹോസ്റ്റിങ്ങും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുള്ള ഈ വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ചിലൂടെ ചെയ്തിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ചെയ്തിട്ടുള്ള റിയാക്ട് ഇതെല്ലാം ഹോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. അതിന് പുറമെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വെബ് ഡിസൈനിങ് ചലഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് വെബ് ഡിസൈനും കൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റും കൂടെ എങ്ങനെ നമ്മുടെ ക്ലൗഡ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യാന്നുള്ളതും ഇതിലൂടെ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഒന്നുകൂടി സ്ട്രോങ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രൊഫൈലായി. ഇനി അതിന് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഗിറ്റ്. അതായത് ഇപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ കുറച്ച് കോഡ് ചെയ്തു, നാളെ വേറെ ദിവസം കുറച്ചുകൂടി കോഡ് ചെയ്യുകയാണ്, പിന്നെ പെട്ടെന്ന് കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. അപ്പോൾ ഓരോ ദിവസം ചെയ്യുന്ന കോഡും കുറച്ച് ഒരു വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പല ഫോൾഡറുകളായി മാറ്റം വരുത്തി എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഒരേ സോഴ്സ് കോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനും ഡീൽ ചെയ്യാനൊക്കെ ഉള്ളൊരു പരിപാടിയുണ്ട്. അതിനാണ് ഗിറ്റ്. വേർഷൻ കൺട്രോൾ എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഗിറ്റ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അപ്പോൾ ഗിറ്റ് വെച്ചിട്ട് ഗിറ്റ് കോഡിങ് ചലഞ്ച് 5 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളെ പ്രൊഫൈലിൽ ഗിറ്റും കൂടി അറിയുന്ന ഒരു ഫ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ഭയങ്കര വാല്യൂ കരുതും. അപ്പോൾ അതുകൊണ്ട് ഗിറ്റ് ചലഞ്ചും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും കൂടി സ്ട്രോങ് പ്രൊഫൈലായി മാറും. ഇതിന് പുറമെ നിങ്ങൾ വലിയ കമ്പനീസ് ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ സ്ട്രക്ചറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ സ്റ്റാക്ക് എന്താ, ക്യൂ എന്താ, സർക്കുലർ ക്യൂ എന്താ, ഗ്രാഫ് എന്താ, ട്രീ എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഡാറ്റ സ്ട്രക്ചർ ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഹയർ സ്റ്റാൻഡേർഡ്സ് കൂടിയിട്ടുള്ള, ഇപ്പോൾ കമ്പനീസ്, ഇപ്പോൾ ഫേസ്ബുക്ക്, ഗൂഗിളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ലെവലിൽ കുറച്ചുകൂടി നോളജ് വരണമെന്നുണ്ടെങ്കിലും പിന്നെ ചില കമ്പനീസും ഡാറ്റ സ്ട്രക്ചർ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ട്യൂട്ടോറിയൽ സീരീസ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നോളജ് സെറ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 100K വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, ഫ്രണ്ടിൽ റിയാക്റ്റും ഹോസ്റ്റിംഗ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം. പ്ലസ് അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യാം? ഗിറ്റ് സ്കില്ലും അതുപോലെ DSൻ്റെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സ്കില്ലും കൂടി ആഡ് ചെയ്യുന്നത്. ഇത്രയും കവർ ചെയ്യാൻ നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് ഈ ഒരു നമ്മുടെ ക്രോസ് റോഡ്സ് വീഡിയോസ് മാത്രം വെച്ച് പഠിച്ചാൽ സെറ്റാവും. ഈ ലാസ്റ്റത്തെ ഡാറ്റ സ്ട്രക്ചറും ഗിറ്റും ഒഴിവാക്കി ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മാസം കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് ഒരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു റിച്ച് ടെക് പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ള വീഡിയോയും അതേപോലെ നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോയും ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള വീഡിയോയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ എനിക്ക് എന്തുകൊണ്ട് ജോബ് കിട്ടുന്നില്ല എന്നുള്ള വീഡിയോയും ഇങ്ങനെ കുറച്ച് വീഡിയോസ്, എക്സ്ട്രാ വീഡിയോസ് ഉണ്ട്. ഇത്രയൊക്കെ വീഡിയോസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കമ്പനിയിൽ നല്ല പാക്കേജിൽ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എത്രയും പെട്ടെന്ന് ജോബിലോട്ട് എൻ്റർ ചെയ്യുക. ആ സ്റ്റോറി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക.